ഗുഡ് മോർണിംഗ് ഓൾ. സോ ഈ ഒരു മൊഡ്യൂളിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു തിയറമാണ്, തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസ് തിയറം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ തിയറംസ് ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി വി ക്യാൻ റീഡ് ഔട്ട് ഇറ്റ്. Let B1, B2, etc. B and B partition of sample space S into n mutually exclusive events such that probability of Bi is greater than 0 for I equal to 1 to n. Then for any event A, probability of A is equal to summation I from 1 to n probability of Bi into probability of A given Bi. സോ ഈ തിയറത്തിൽ പറയുന്നത് ഒരു സാമ്പിൾ സ്പേസ് എസ് ഉണ്ട്, അതിൽ എൻ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്, എൻ സെറ്റ്സ് ആയിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്, B1, B2, എക്സെട്ര BN. ഓക്കെ, സോ ആ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, ഡിസ്ജോയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഡയഗ്രാം നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഡിസ്ജോയിൻ്റ് ആണ്. B1, B2, എക്സെട്ര BNും ഡിസ്ജോയിൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലുള്ള ഏതോ ഒരു ഇവൻ്റാണ് ഇവൻ്റ് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് BI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BIൻ്റെ സമ്മേഷനാണ്. ഓക്കെ, സോ അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ എസ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, BI's ഡിസ്ജോയിൻ്റ് ആണ്. സോ ആ BI'സിൻ്റെ യൂണിയനാണ് നമ്മളെ സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നതിന് നമുക്ക് A ഇൻ്റർസെക്ഷൻ സാമ്പിൾ സ്പേസിന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെൻ ഡയഗ്രാം നോക്കിയാൽ തന്നെ മനസ്സിലാവും, എ എന്ന് പറയുന്നത് എയിലും സാമ്പിൾ സ്പേസിലും കൂടെ കോമൺ ആയിട്ട് വരുന്നതാണ്, അതാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എസ് എന്താണ്? എ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എസ് എന്നുള്ളത് എസ് നമ്മൾ പറഞ്ഞു BI'സിൻ്റെ യൂണിയൻ ആണെന്നുള്ളത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്, എസിൻ്റെ പ്ലേസിൽ യൂണിയൻ ഓഫ് BI എന്ന് എഴുതി. ഓക്കെ, ഇനി ഇൻ്റർസെക്ഷൻ ഓഫ് യൂണിയനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യൂണിയൻ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിട്ടൺ ഇൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് യൂണിയൻ ഓഫ് A ഇൻ്റർസെക്ഷൻ BI. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രോബബിലിറ്റി എടുക്കുകയാണ്. LHSലും RHSലും പ്രോബബിലിറ്റി എടുക്കുന്നു. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് A ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ ഓഫ് A ഇൻ്റർസെക്ഷൻ BI. നമുക്കറിയാം BI's മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ആണെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ A ഇൻ്റർസെക്ഷൻ BI'സും എന്തായിരിക്കും? ഡിസ്ജോയിൻ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം A-B 2 കേസസിൽ നമ്മൾ അഡീഷൻ തിയറത്തിൽ പറഞ്ഞിരുന്നു, എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ A ഇൻ്റർസെക്ഷൻ BI's ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിയനെ നമുക്ക് അഡിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്, സമ്മേഷൻ I ഫ്രം 1 to n പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ BI. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ ഇൻ്റർസെക്ഷനെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെഫിനിഷൻ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, സോ A ഇൻ്റർസെക്ഷൻ BIനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് BI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BI. ഓക്കെ, that is probability of A is equal to summation I from 1 to n probability of BI into probability of A given BI. This is theorem on total probability. Based on theorems on total probability, we have written a note, that is, if we divide a sample space into two events B and B complement, then for any event A, probability of A is equal to probability of A intersection B plus probability of A intersection B complement. അതായത് സാമ്പിൾ സ്പേസിനെ നമ്മൾ നേരത്തെ I ഫ്രം 1 to n സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. സോ ഇവിടെ രണ്ട് സെറ്റ് ബിയും B കോംപ്ലിമെൻറ്റും ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, സോ ആ ഇൻ്റർസെക്ഷനിന് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ട് എഴുതുകയാണ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് B ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B കോംപ്ലിമെൻറ്റ്. ഓക്കെ, സോ 2 ഇവൻറ്റ്സ് വരുന്ന അല്ലെങ്കിൽ എയും ബിയും മാത്രം വരുന്ന ഇവൻറ്റ്സിൻ്റെ കേസിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. Next we can discuss a problem where the theorem on probability is applied. Okay, 3 groups of children contain
respectively 3 girls and 1 boy, 2 girls and 2 boys, 1 girl and 3 boys. One child is selected at random from each group. Find the chance that 3 selected comprise 1 girl and 2 boys. So നമുക്കിവിടെ 3 groups of children തന്നിട്ടുണ്ട്. Okay, so first ഗ്രൂപ്പിൽ 3 girls and 1 boy, second ഗ്രൂപ്പിൽ 2 girls and 2 boys, third ഗ്രൂപ്പിൽ 1 girl and 3 boys. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ചൈൽഡിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ചാൻസ് ഓഫ് 3 സെലക്റ്റഡ് കംപ്രൈസ് 1 ഗേൾ ആൻഡ് 2 ബോയ്. നമ്മൾ ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോ ചൈൽഡിനെ സെലക്ട് ചെയ്യുമ്പം അതിൽ 1 ഗേൾ ആൻഡ് 2 ബോയ്സ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റിയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ 3 ഗ്രൂപ്പ്സ് ഉണ്ട്, 3 ചിൽഡ്രനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഗേളിനെ സെലക്ട് ചെയ്തിട്ട് സെക്കൻഡ് ആൻഡ് തേർഡിനെ ബോയിനെ സെലക്ട് ചെയ്യാം. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ഗേളിനെ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ആൻഡ് തേർഡ് ഗ്രൂപ്പിൽ നിന്ന് ബോയിനെ സെലക്ട് ചെയ്യാം. പിന്നെ ഒരു തേർഡ് കേസ് എന്ന് പറയുന്നത് തേർഡ് ഗ്രൂപ്പിൽ നിന്ന് ഗേളിനെ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ നിന്ന് ബോയ്സിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ 3 കേസസ് ഇവിടെ ഒക്കെ അറിയാം. അപ്പോഴൊക്കെ പ്രോബബിലിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ എല്ലാ ഗ്രൂപ്പിലും 4 ചിൽഡ്രൻ വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, സോ അത് കീപ്പ് ഇൻ മൈൻഡ്. സോ ഫസ്റ്റ് കേസ് നോക്കാം. നമ്മൾ ഗേളിനെ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്നാണ്. സോ അവിടെ 3 ഗേൾസ് ആണുള്ളത്. ടോട്ടൽ 4 ചിൽഡ്രൻ ഉണ്ട്. ദാറ്റ് ഈസ് 3/4. ഓക്കെ, ഇനി അടുത്ത ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ബോയിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 1 ഗേളിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണല്ലോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, 1 ഗേൾ ആൻഡ് 2 ബോയ്സ്. സോ സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ബോയിനെ സെലക്ട് ചെയ്യണം. സോ അവിടെ 2 ബോയ്സ് ഉണ്ട്, 4 ചിൽഡ്രൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് 2/4. അതാണ് അവിടെ നമ്മൾ 1/2 എന്ന് എഴുതിയിട്ടുള്ളത്. ആ 2/4നെയാണ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പിൽ നിന്നും ബോയിനെ തന്നെ സെലക്ട് ചെയ്യണം. സോ അവിടെ 3 ബോയ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് 3/4. സോ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/4 ഇൻറ്റു 1/2 ഇൻറ്റു 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/32. സോ ഈ 9/32 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കേസ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അല്ല, ഈ ഫസ്റ്റ് കേസ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. നമുക്ക് ഈ 3 കേസ് ഒക്കർ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഈ 3 കേസസും ആഡ് ചെയ്താലേ നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നോക്കുക. സെക്കൻഡ് കേസിൽ നമ്മൾ ഗേളിനെ സെലക്ട് ചെയ്യുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്നാണ്. സോ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ബോയിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ടോട്ടൽ 1 ബോയേ ഉള്ളൂ. സോ 1/4. ഇനി സെക്കൻഡ് ഗ്രൂപ്പിൽ 2 ഗേൾസ് ഉള്ളത്. സോ 2/4 ദാറ്റ് ഈസ് അതാണ് 1/2 എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി തേർഡ് ഗ്രൂപ്പിൽ നിന്ന് ബോയിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/4. സോ ദാറ്റ് ഈസ് 3/32. സോ സെക്കൻഡ് കേസ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഈസ് 3/32. ഓക്കെ, ഇനി തേർഡ് കേസ് നോക്കുക. തേർഡ് കേസിൽ നമ്മൾ തേർഡ് ഗ്രൂപ്പിൽ നിന്നാണ് ഗേളിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ബോയിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഈസ് 1/4. സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ബോയിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഈസ് 2/4. ആൻഡ് തേർഡ് ഗ്രൂപ്പിൽ 1 ഗേളേ ഉള്ളൂ. സോ അവിടെ നിന്ന് ഗേളിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/4. സോ തേർഡ് കേസ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഈസ് 1/32. ഓക്കെ, സോ ഈ 3 കേസസും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി. ദെർഫോർ ദ റിക്വയർഡ് പ്രോബിലിറ്റി എന്താണ്? 9/32 പ്ലസ് 3/32 പ്ലസ് 1/32 which is equal to 13/32, which is the probability of 3 selected comprise of 1 girl and 2 boys. Next one is Bayes theorem. Important theorem ആണ്. Okay, so we can read out it. Let S be a sample space partitioned into n mutually exclusive events b1, b2, etc. bn such that probability of bi is greater than 0, I is equal to 1 to n. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പിൾ സ്പേസിനെ നമ്മൾ n മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏതോ സാമ്പിൾ സ്പേസിൽ ഏതോ ഒരു ഇവൻ്റാണ് എ എന്ന് പറയുന്നത്. ആ പ്രോബബിലിറ്റി ഓഫ് എ എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ ഇവൻ്റ് അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ divided by summation probability of bi into probability of a given bi. This is the base theorem. So we can move on to the proof of the theorem. So we have the definition of conditional probability. Probability of b given a is equal to probability of a intersection b divided by probability of a. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സോ നമ്മളത് എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഐനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് എഴുതി. ദാറ്റ് ഈസ് ഇക്വേറ്റഡ് ആസ് ഇക്വേഷൻ നമ്പർ 1. സോ ഇനി നമുക്ക് ഡിനോമിനേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് എ നമുക്ക് എഴുതാം. സോ എ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തിയറംസ് ഓൺ പ്രോബബിലിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു എ ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ എസ് ആണ്. എസ് എന്ന് പറയുന്നത് ബി ഐസിൻ്റെ യൂണിയനാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് എഴുതി. സോ ഇൻ്റർസെക്ഷൻ ഓഫ് യൂണിയനെ നമ്മൾ യൂണിയൻ ഓഫ് ഇൻ്റർസെക്ഷൻ ആക്കി എഴുതി. യൂണിയൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഐ. നെക്സ്റ്റ് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസിൽ പ്രോബബിലിറ്റി എടുത്തു. സോ പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ. സോ ഇത് നമ്മൾ ഓൾറെഡി തിയറംസ് ഓൺ ടോട്ടൽ പ്രോബബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഐ എങ്ങനെ സമ്മേഷൻ പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ ആയി എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഇക്വേറ്റഡ് ആസ് ഇക്വേഷൻ നമ്പർ 2. സോ ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബേസ് തിയറം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു probability of a given bi divided by summation probability of bi into probability of a given bi. സോ ഇവിടെ നമ്മൾ 2 ഇവൻറ്റ്സ് എ ആൻഡ് ബി മാത്രം ഒക്കർ ചെയ്യുന്ന കേസിൽ ഉള്ള ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി divided by probability of b into probability of a given b plus probability of b complement into probability of a given b complement. സോ 2 ഇവൻറ്റ്സ് മാത്രം വരുന്ന കേസിൽ നിങ്ങൾ ഈ ഒരു നോട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ. Now we can discuss a problem. Suppose there is a chance for a newly constructed house to collapse, whether the design is faulty or not. The chance that design is faulty is 10%. The chance that house collapse if design is faulty is 95%, and otherwise it is 45%. It is seen that house is collapsed. What is the probability that it is due to faulty design? Okay, so I will describe the question. ഒരു ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹൗസ് കൊലാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ കൊലാപ്സ് ആവാൻ ആ ഡിസൈൻ ഫോൾട്ട് ആവാനുള്ള റീസണും ഉണ്ട്, ഫോൾട്ട് അല്ലാതെ അത് കൊലാപ്സ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഡിസൈൻ ഫോൾട്ട് ആവാനുള്ള ചാൻസ് 10% ആണ്. ഓക്കെ, ദി ഹൗസ് കൊലാപ്സ് ഇഫ് ദ ഡിസൈൻ ഈസ് ഫോൾട്ടി ഈസ് 95%. അതായത് ഡിസൈനിലുള്ള ഫോൾട്ട് കൊണ്ട് ഹൗസ് കൊളാപ്സ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 95% ആണ്. അല്ല അതർവൈസ് ഇറ്റ് ഇസ് 45%. ഓക്കെ, ഇനിയിപ്പോൾ ഡിസൈൻ ഗുഡ് ആണെങ്കിലും ഹൗസ് കൊളാപ്സ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് 45%. ഓക്കെ, അപ്പോൾ ഹൗസ് ഓൾറെഡി കൊളാപ്സ് ആണ്. ഓക്കെ, അതാണ് ഷുവറായിട്ട് അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്, അവിടെ കൊളാപ്സ് എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റ്. അങ്ങനെയാണെങ്കിൽ അത് ഫോൾട്ടി ഡിസൈൻ കാരണമാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഇവൻറ്റ്സിന് ലെറ്റേഴ്സ് വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്യാം. സോ ബി എന്ന് പറയുന്നത് ഡിസൈൻ ഫോൾട്ടി ആവാനുള്ള ആ ഒരു ഇവൻറ്റിനെയാണ് ബി എന്ന് പറയുന്നത്. അപ്പം ബി കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഡിസൈൻ ഗുഡ് ആവാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ബി കോംപ്ലിമെൻറ്റ്. ഇനി ഹൗസ് കൊളാപ്സ് ആവുക എന്നുള്ള ഇവൻ്റാണ് നമ്മൾ എ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ടു പ്രോബബിലിറ്റി ദാറ്റ് ഹൗസ് കൊളാപ്സ് ഡ്യൂ ടു ഫോൾട്ടി ഡിസൈൻ. സോ ഫോൾട്ടി ഡിസൈനെ നമ്മൾ ഇവൻ്റ് ബി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ബി ഗിവൺ
എ എന്ന് പറയുന്നത് കൊളാപ്സ്ഡ് ആണ്. ഓക്കെ, ബി ഗിവൺ എൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഡിസൈൻ ഫോൾട്ട് ആവുക എന്നുള്ളതാണ് ബി. സോ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 0.1 ആണ്. സോ ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.1. സോ പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? 1 മൈനസ് 0.1 ദാറ്റ് ഇസ് 0.9. ഓക്കെ, ഇനി ഡിസൈൻ ഫോൾട്ട് ആണെങ്കിൽ ഹൗസ് കൊളാപ്സ് ആവാൻ 95% ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു 0.95. ഓക്കെ, ഡിസൈൻ ഫോൾട്ട് ആണെങ്കിൽ ഹൗസ് കൊളാപ്സ് ആവാനുള്ള പ്രോബബിലിറ്റി. പിന്നെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഡിസൈൻ ഗുഡ് ആണെങ്കിൽ ഹൗസ് കൊളാപ്സ് ആവാനുള്ള പ്രോബബിലിറ്റി. സോ ഡിസൈൻ ഗുഡ് ബി കോംപ്ലിമെൻ്റ് ആണ്. സോ ഹൗസ് കൊളാപ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 45% ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.45. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. സോ ബേസ് തിയറം വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ബി ഗിവൺ എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി divided by probability of b into probability of a given b plus probability of b complement into probability of a given b complement. നമ്മൾ 2 ഇവൻസിൻ്റെ കേസിൽ ബേസ് തിയറം പറഞ്ഞിരുന്നു. ആ ഡെഫിനിഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ ബേസ് തിയറത്തിൻ്റെ ആ ഫോർമുലയിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതിന് ഡയറക്റ്റ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റിക്വയർഡ് പ്രോബബിലിറ്റി. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരിക എന്ന് വെച്ചാൽ എങ്ങനത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മൾ ബേസ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. സോ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി വരുന്ന കേസിലാണ് ഈ ബേസ് തിയറം യൂസ് ചെയ്യുക. അതായത് ഓൾറെഡി അവിടെ ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ ഒരു ബേസ് തിയറം അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നോക്കുക, ഇവൻ്റ് എ ഹൗസ് കൊളാപ്സ് നടക്കുന്നുണ്ട്, എന്തായാലും അത് ഒക്കർ ചെയ്യും. സോ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഓൾറെഡി അങ്ങനെ ഏതെങ്കിലും ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യുന്നതായിട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി വരുമ്പോഴാണ് അവിടെ ബേസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സ് ഒക്കെ ഒക്കർ ചെയ്യുന്ന കേസ്, അതുപോലെ ഫോൾട്ടി, നോട്ട് ഫോൾട്ടി, ഡിഫക്റ്റീവ്, നോൺ ഡിഫക്റ്റീവ്, അങ്ങനെയൊക്കെ വരുന്ന കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബേസ് തിയറം വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഷുവറായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കിക്കോളുക, ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്, ബേസ് തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു 2-3 എക്സാമ്പിൾസും കൂടി ചെയ്യുമ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 urns are there. So first urn contain 3 white and 2 black balls and second urn contain 2 white and 4 black balls. So രണ്ടിലും white and black balls ആണുള്ളത്. One ball is transferred from urn 1 to urn 2. Okay, urn 1 എന്ന് 1 ball is transferred to urn 2 and then 1 is drawn from the latter. From the latter means urn 2 എന്ന് എന്നിട്ട് ഒരു ബോൾ ഡ്രോ ചെയ്യാണ്, അത് വൈറ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ഷുവർ ഇവൻ്റ് പറഞ്ഞു. ഓക്കെ, ഏൺ 2 നമ്മൾ എടുക്കുന്ന ബോൾ വൈറ്റ് ആണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ട്രാൻസ്ഫേർഡ് ബോൾ ഇസ് വൈറ്റ്? ഓക്കെ, അപ്പം നമ്മൾ ഏൺ 2 ഡ്രോ ചെയ്യുന്ന ബോൾ വൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ B1 എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ബോളിനെ ഏൺ 1 നിന്ന് ഏൺ 2 ട്രാൻസ്ഫർ ചെയ്യുന്ന ഇവൻ്റ്. ഓക്കെ, നമ്മളൊരു ബോളിനെ എടുത്തിട്ട് ഏൺ 1 നിന്ന് ഏൺ 2 ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് വൈറ്റും ആവാം ബ്ലാക്കും ആവാം. വൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇവൻറ്റിനെ B1 എന്നും ബ്ലാക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇവൻറ്റിനെ B2 എന്നും ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഒരു ഷുവർ ഇവൻ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഏൺ 2 നമ്മൾ വൈറ്റ് ബോളാണ് ഡ്രോ ചെയ്യുന്നതെന്ന്. സോ അതിനെ നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ വൈറ്റ് ബോളാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 3/5 ആണ്. കാരണം ഏൺ 1 5 ബോൾസ് ഉണ്ട്, അതിൽ 3 വൈറ്റ് ബോൾസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. 5 3 വൈറ്റ് ബോൾസ്. സോ പ്രോബബിലിറ്റി ഓഫ് B1 എന്താണ്? 3/5 ആണ്. അതുപോലെ 2 ബ്ലാക്ക് ബോൾസ് ആണ് ഏൺ 1 സോ 2/5 ആണ് പ്രോബബിലിറ്റി ഓഫ് B2. സോ നമ്മൾ ഏൺ 2 സെലക്ട് ചെയ്യുന്നത് വൈറ്റ് ബോൾ തന്നെയാണ്. അപ്പോൾ B1 ഒക്കർ ചെയ്യുകയാണെങ്കിൽ
എ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് 3/7 ആണ്. സോ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഓൾറെഡി ഏൺ 2ൽ 4 + 2 6 ബോൾസ് ഉണ്ട്. പിന്നെ നമ്മൾ ഏൺ 1 ഒന്നുകൂടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 7 ബോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ B1 ആണ് ഒക്കർ ചെയ്യുന്നത്, അതായത് വൈറ്റ് ബോളാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്ന് വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി ആണല്ലോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ വൈറ്റ് ബോളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ 3 വൈറ്റ് ബോൾസ് വരും. സോ അതാണ് 3/7 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി B2 ആണ് ഒക്കർ ചെയ്യുന്നത്, അതായത് ബ്ലാക്ക് ബോളാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അവിടെ ടോട്ടൽ 7 ബോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബോളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഏൺ 2ൽ 2 വൈറ്റ് ബോൾസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ 2 വൈറ്റ് ബോൾസിൽ നിന്ന് ഒരു വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പം 2/7. So here we have to find the probability that transferred ball was white, അതായത് B1 ആണ്. ഓക്കെ, B1 ആണ് നമ്മൾ വൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇവൻറ്റ്. സോ പ്രോബിലിറ്റി ഓഫ് B1 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, ഗിവൺ ദാറ്റ് എ ഹാസ് ഒക്കേർഡ്, അതായത് സെലക്റ്റഡ് ബോൾ വൈറ്റ് ആണ്. ഓക്കെ, സോ ബൈ യൂസിങ് ബേസ് തിയറം പ്രോബിലിറ്റി ഓഫ് B1 given A is equal to probability of B1 into probability of A given B1 divided by probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2. സോ ആ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി അതിനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദി റിക്വയർഡ് പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് 9/13. Another example, 3 urns are given. സോ ഏൺസിൽ ബ്ലാക്ക് ആൻഡ് റെഡ് ബോൾസ് ആണ്. സോ അതിൻ്റെ കൗണ്ടിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ഏൺ ഈസ് ചൂസൺ അറ്റ് റാൻഡം, ഏതോ ഒരു ഏൺ സെലക്ട് ചെയ്തിട്ടുണ്ട്, ആ ഏണെന്ന് ഒരു ബോൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചൂസൺ ബോൾ റെഡാണ് എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചൂസ് ചെയ്തിട്ടുള്ള ഏൺ 3 ആവാനുള്ള പ്രോബബിലിറ്റി, ദിസ് ഇസ് ദി ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമ്മൾ B1, B2, B3 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഏൺ 1, ഏൺ 2, ഏൺ 3 ചൂസ് ചെയ്യുന്ന ഇവൻറ്റ്സ് ആണ്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ എല്ലാം പ്രോബബിലിറ്റി എന്താണ് 1/3 ആണ്. കാരണം 3 ഏൺസ് ആണ് തന്നിട്ടുള്ളത്, അതിൽ എല്ലാത്തിനും ഈക്വൽ ചാൻസ് ആയതുകൊണ്ടാണ് 1/3. ദാറ്റ് മീൻസ് ഈ 3 ഏൺസിൽ ഏതും സെലക്ട് ചെയ്യാം. ഓക്കെ, ഈക്വൽ ചാൻസ് ഓഫ് ഒക്കറൻസ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. സോ നമ്മൾ ഏൺ 1 ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്തായിരിക്കും 4/8 ആണ്. അതായത് ഏൺ 1ൽ 4 റെഡ് ബോൾസ് ഉണ്ട്, ടോട്ടൽ 8 ബോൾസ് ആണുള്ളത്. സോ അതിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ് 4/8 ആണ്. അതുപോലെ ഏൺ 2ൽ 5 റെഡ് ബോൾസ് ആണുള്ളത്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 is equal to 5/8. ആൻഡ് ലൈക്ക്വൈസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B3 എന്തായിരിക്കും 3/8 ആണ്, ബിക്കോസ് 3 റെഡ് ബോൾസ് ആണ് ഏൺ 3ൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8. സോ ഇവിടെ റെഡ് ബോൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏൺ 3 ആണ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഏൺ 3 സെലക്ട് ചെയ്യാന്ന് മീൻസ് പ്രോബബിലിറ്റി ഓഫ് B3 ആണ് ഗിവൺ A, that is red ball is selected. So by Bayes theorem, that is equal to probability of B3 into probability of A given B3 divided by probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2 plus probability of B3 into probability of A given B3. ഓക്കെ, സോ ആ ഒരു ഇക്വേഷനിൽ ബേസ് തിയറം ഇക്വേഷനിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ദി റിക്വയർഡ് പ്രോബബിലിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 1/4.